ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു വയർ നമുക്ക് എങ്ങനെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കാം, അതിന് ഉപയോഗിക്കുന്ന ഡിവൈസ് എന്തൊക്കെയാണെന്ന ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്പ്രിങ് കണ്ടോ, അതായത് കർട്ടൻ സ്പ്രിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കർട്ടൻ്റെ സ്പ്രിങ് ആണ്, കൈ കാര്യങ്ങളൊന്നും മുറിയാതിരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ കർട്ടൻ്റെ സ്പ്രിങ് നമുക്ക് 20 മീറ്റർ 30 മീറ്റർ ലെങ്ത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നോർമലി നമ്മളിപ്പോൾ ഇതുപോലെ വാങ്ങിച്ചതിന് ശേഷം ഏതാണ് നമ്മൾ കൊണ്ടുപോകേണ്ട പൈപ്പ്, ആ പൈപ്പിലേക്ക് ഇതുപോലെ നമ്മളിങ്ങനെ ജസ്റ്റ് തള്ളി കൊടുത്ത് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് കയറിപ്പോകും. കാരണം കർട്ടൻ്റെ സ്പ്രിങ് സിസ്റ്റമാണ്. അതായത് സ്പ്രിങ് എന്ന് പറയുന്ന സമയത്ത് അത് ഏതൊക്കെ ബെൻഡുകൾ ഉണ്ടെങ്കിലും അതൊക്കെ ഫ്ലെക്സിബിളായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിപ്പോകും. മിനിമം ഒരു 3 ബെൻഡ് 4 ബെൻഡൊക്കെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. മിനിമം നമുക്കൊരു 30 മീറ്റർ അല്ലെങ്കിൽ 15 മീറ്റർ വെച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കൊണ്ടു കിടക്കാനൊക്കെ എളുപ്പം. കണ്ടാൽ നമ്മൾ അവിടെ നിന്ന് തള്ളി അടുത്ത ബോക്സിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, പൈപ്പിലൂടെ നേരെ വന്നിരിക്കുന്നത്. അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ തുമ്പത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു കുളത്ത് കൂടിയുണ്ട്. അത് നമുക്ക് ഈ കടയിൽ നിന്നും വാങ്ങിക്കാനുണ്ട്. ഗ്ലാസ് ഹൗസിൽ നിന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കട്ടൻ സ്പ്രിങ് ചോദിച്ചാൽ കിട്ടും. ഇനി നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടേക്ക് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഞാൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു വയർ, ഇതിപ്പോൾ ഒരു 6-ന്റെ വയറാണ്, 1 സ്ക്വയർ വയറാണ്. ഈ വയർ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ എത്ര വയറുകൾ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതെങ്ങനെ കൊണ്ടുപോകാമെന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഒരൊറ്റ വയറായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൊളത്തിയിടും. ഇനി അതല്ല നമ്മൾ എണ്ണം കൂടുതലാണെങ്കിൽ, വയറിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതിൽ ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്യും. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വലിച്ച് ചെയ്യുന്നത് പോലെ ഉണ്ട്. ടേപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ടേപ്പ് ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ വലിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ഒറ്റ വയറുകളുണ്ട്, ആ കുളത്തിലൂടെ നമുക്ക് ഒരു ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മടക്കി ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒറ്റ മടക്കുക. അതിനുശേഷം ഇങ്ങനെ ക്ലിയർ ചെയ്തിടുക. അതിനുശേഷം നേരെ അപ്പുറത്ത് ചെല്ലുക. അപ്പുറത്ത് ചെന്നതിന് ശേഷം ഇപ്പോൾ 2 ആളുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വയർ വലി സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇനി ഈ സ്പ്രിങ് അറ്റത്തുനിന്ന് ജസ്റ്റ് നേരെ വലിച്ചാൽ മാത്രം മതി. ഇങ്ങനെ വലിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി വരും. ഇപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വലിച്ചതിന് ശേഷം ആ വയർ കണ്ടോ, അത് ജസ്റ്റ് ഇങ്ങനെ കയറി അതിൻ്റെ അകത്തേക്ക് നിന്നിട്ടുണ്ടാവും. അതായത് പൈപ്പിലൂടെ കയറി അകത്തേക്ക് നിന്നിട്ടുണ്ടാവും. ഇനി അപ്പുറത്തെ സൈഡ് ചെന്നതിന് ശേഷം നമ്മൾ വലിച്ച് കഴിയുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ ആ കട്ടൻ സ്പ്രിങ്ങിൻ്റെ അകത്തേക്കൂട്ട് തന്നെ സ്പ്രിങ് വളരെ സിമ്പിളായിട്ട് തന്നെ ആ വയർ ഇങ്ങോട്ട് വരും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ട്. അപ്പോൾ ഈ സ്പ്രിങ് ആയതുകൊണ്ട് നമുക്ക് ഏത് ബെൻഡുകൾ വേണമെങ്കിൽ അത്ര ബെൻഡുകൾ, ഒരു 3 ബെൻഡ് 4 ബെൻഡ് വരെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത് അകത്തേക്ക് തള്ളി കൊണ്ടുപോകാൻ സാധിക്കും. ഉണ്ടോ, ആ സ്പ്രിങ് വന്നു ഇട്ടതിന് ശേഷം കണ്ടോ ആ വയർ നമുക്ക് എത്തി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് പൈപ്പിലൂടെ വേണമെങ്കിലും, നമുക്ക് ഈ പറഞ്ഞ പോലെ വയറിങ്ങിൻ്റെ പൈപ്പ് നമ്മൾ അടിച്ചതിന് ശേഷം എങ്ങനെയാണ് വയർ വലിക്കുന്നതെന്ന് ജസ്റ്റ് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ വയറുകളും DBയിലേക്കുള്ള വയറുകളാണെങ്കിലും ലൈറ്റിൻ്റെ ലീഡുകളാണെങ്കിലും എല്ലാം നമ്മൾ ഇതുപോലെയാണ് വലിച്ച് ക്ലിയർ ചെയ്യുന്നത്. ഇപ്പോൾ DBയിലേക്കാണെങ്കിലും നമ്മൾ വയറുകളെല്ലാം തന്നെ ഇത്രയും വയറുകൾ DBയിലേക്ക് വരുന്ന സർക്യൂട്ട്സ് ആണ്. ഇത് ഓരോ റൂമിൽ നിന്ന് എല്ലാം വലിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വയർ വലിക്കേണ്ടത്, അതിൻ്റെ സ്പ്രിങ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനൽ. എന്നാൽ മാത്രമേ നമുക്ക് ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.